17/7/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഈ ശരീരത്തെ നോക്കാതെ ആത്മാവിനെ നോക്കൂ. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ആത്മാവിനോട് സംസാരിക്കൂ. ഈ അവസ്ഥ ഉറപ്പിക്കേണ്ടതുണ്ട്. ഇത് തന്നെയാണ് ഉയർന്ന ലക്ഷ്യം. ചോദ്യം: കുട്ടികളായ നിങ്ങൾ ബാബയോടൊപ്പം മുകളിൽ വീട്ടിലേക്ക് എപ്പോൾ പോകും? ഉത്തരം: അപവിത്രതയുടെ അംശം പോലും അവശേഷിക്കാത്തപ്പോൾ. ഏതുപോലെ ബാബ പ്യോറാണോ, അതേപോലെ കുട്ടികളായ നിങ്ങളും പ്യോറാകും. അപ്പോൾ മുകളിലേക്ക് പോകുവാൻ സാധിക്കും. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ ബാബയുടെ മുന്നിലാണ്. ജ്ഞാനസാഗരത്തിൽ നിന്നും ജ്ഞാനം കേട്ട് എപ്പോഴാണോ ഫുൾ ആകുന്നത്, ബാബയെ ജ്ഞാനത്തിൽ കാലിയാക്കുന്നത്, പിന്നെ ആ ഒന്നും ശാന്തമാകും. കുട്ടികളായ നിങ്ങളും ശാന്തിധാമത്തിലേക്ക് പോകും. അവിടെ ജ്ഞാനം ഇറ്റിറ്റു വീഴുന്നത് അവസാനിക്കുന്നു. സർവ്വതും നൽകിക്കഴിഞ്ഞു. പിന്നെ ആ ഒന്നിൻ്റെ പാർട്ട് സൈലൻസിൻ്റേതാണ്. ഓം ശാന്തി. ശിവഭഗവാനുവാച. ശിവഭഗവാനുവാച എന്ന് പറയുമ്പോൾ ഇത് മനസ്സിലാക്കണം, ഒരു ശിവൻ തന്നെയാണ് ഭഗവാൻ അഥവാ പരംപിതാവ്. ആ ഒന്നിനെ തന്നെയാണ് കുട്ടികളായ നിങ്ങൾ അഥവാ ആത്മാവ് ഓർമ്മിക്കുന്നത്. പരിചയം രചയിതാവായ ബാബയിൽ നിന്നും ലഭിച്ചു. നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് തന്നെയാണ് ഓർമ്മിക്കുന്നുണ്ടാവുക എന്നത് തീർച്ചയാണ്. എല്ലാവരും ഏകരസമായി ഓർമ്മിക്കുകയില്ല. ഇത് വളരെ സൂക്ഷ്മമായ കാര്യമാണ്. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി മറ്റുള്ളവരെയും ആത്മാവായി മനസ്സിലാക്കണം. ഈ അവസ്ഥ ഉറപ്പിക്കുന്നതിന് സമയമെടുക്കുന്നു. ആ മനുഷ്യരാണെങ്കിൽ യാതൊന്നും അറിയുന്നില്ല. അറിയാത്തത് കാരണം സർവ്വവ്യാപി എന്ന് പറയുന്നു. ഏതുപോലെ കുട്ടികളായ നിങ്ങൾ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നുവോ, ബാബയെ ഓർമ്മിക്കുന്നുവോ, അതേപോലെ മറ്റാർക്കും ഓർമ്മിക്കാൻ സാധിക്കുന്നുണ്ടാകില്ല. ഒരു ആത്മാവിൻ്റെയും യോഗം ബാബയുമായി ഇല്ല. ഈ കാര്യങ്ങൾ വളരെ ഗുഹ്യവും മഹീനവുമാണ്. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കേണ്ടതുണ്ട്. നമ്മൾ സഹോദരന്മാരാണ് എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ആത്മാവിനെ തന്നെ നോക്കേണ്ടതാണ്. ശരീരത്തെ നോക്കാൻ പാടില്ല. ഇത് വളരെ വലിയ ലക്ഷ്യമാണ്. ധാരാളം പേരുണ്ട്, അവർ ബാബയെ ഒരിക്കലും ഓർമ്മിക്കുന്നു പോലും ഉണ്ടാകില്ല. ആത്മാവിൽ മാലിന്യം കയറിയിരിക്കുകയാണ്. മുഖ്യമായത് ആത്മാവിൻ്റെ തന്നെ കാര്യമാണ്. ആത്മാവ് തന്നെയാണ് ഇപ്പോൾ തമോ പ്രധാനം ആയിരിക്കുന്നത്. അത് സതോ പ്രധാനമായിരുന്നു. ഈ ആത്മാവിലാണ് ജ്ഞാനമുള്ളത്. ജ്ഞാനത്തിൻ്റെ സാഗരം പരമാത്മാവ് തന്നെയാണ്. നിങ്ങൾ സ്വയം തന്നെ ജ്ഞാനസാഗരം എന്ന് പറയില്ല. നിങ്ങൾ അറിയുന്നുണ്ട്, നമുക്ക് ബാബയിൽ നിന്നും പൂർണ്ണമായും ജ്ഞാനം എടുക്കേണ്ടതുണ്ട്. അത് തൻ്റെ പക്കൽ വെച്ചിട്ട് എന്ത് ചെയ്യുവാനാണ്? അവിനാശി ജ്ഞാനരത്നങ്ങളുടെ ധനം കുട്ടികൾക്ക് നൽകുക തന്നെ വേണം. കുട്ടികൾ പുരുഷാർത്ഥത്തിൻ്റെ നമ്പർ അനുസരിച്ച് എടുക്കുന്നവരാണ്. ആര് കൂടുതൽ എടുക്കുന്നുവോ അവർക്ക് തന്നെയാണ് നല്ല സർവീസ് ചെയ്യാൻ സാധിക്കുന്നത്. ബാബയെ ജ്ഞാനസാഗരം എന്ന് പറയുന്നു. ആ ഒന്നും ആത്മാവാണ്. നിങ്ങളും ആത്മാക്കളാണ്. ആത്മാക്കളായി നിങ്ങൾ മുഴുവൻ ജ്ഞാനവും എടുക്കുന്നു. ഏതുപോലെ ആ ഒന്ന് എവർ പ്യോറാണ്. നിങ്ങളും എവർ പ്യോറാകും. പിന്നെ എപ്പോഴാണോ അപവിത്രതയുടെ അംശം പോലും അവശേഷിക്കാത്തത്, അപ്പോൾ മുകളിലേക്ക് പോകും. ബാബ ഓർമ്മയുടെ യാത്രയുടെ യുക്തി പഠിപ്പിക്കുന്നു. മുഴുവൻ ദിവസവും ഓർമ്മ നിലനിൽക്കുന്നില്ല എന്നത് അറിയുന്നുണ്ട്. ഇവിടെ കുട്ടികളായ നിങ്ങളെ ബാബ മുന്നിലിരുന്ന് മനസ്സിലാക്കിക്കുകയാണ്. മറ്റു കുട്ടികൾ മുന്നിലിരുന്ന് കേൾക്കുന്നില്ല, മുരളി വായിക്കുന്നു. ഇവിടെ നിങ്ങൾ മുന്നിലാണ്. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ജ്ഞാനവും ധാരണ ചെയ്യൂ. നമുക്ക് ബാബയെ പോലെ സമ്പൂർണ്ണ ജ്ഞാനസാഗരം ആകേണ്ടതുണ്ട്. ഫുൾ നോളജ് മനസ്സിലാക്കി കഴിയുമ്പോൾ ബാബയെ നോളജിൽ കാലിയാക്കുന്നത് പോലെയാണ്.
പിന്നെ ആ ഒന്ന് ശാന്തമാകും. ആ ഒന്നിൻ്റെ ഉള്ളിൽ ജ്ഞാനം ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കും എന്നല്ല. സർവ്വതും നൽകിക്കഴിഞ്ഞു. പിന്നെ ആ ഒന്നിൻ്റെ പാർട്ട് സൈലൻസിൻ്റേതായി. ഏതുപോലെ നിങ്ങൾ സൈലൻസിലിരിക്കുമ്പോൾ ജ്ഞാനം ഇറ്റിറ്റ് വീഴുന്നില്ല. ആത്മാവാണ് സംസ്കാരം എടുത്തുകൊണ്ട് പോകുന്നത് എന്നതും ബാബ മനസ്സിലാക്കിച്ചു തന്നു. ആരെങ്കിലും സന്യാസിയുടെ ആത്മാവാണെങ്കിൽ അതിന് ബാല്യത്തിൽ തന്നെ ശാസ്ത്രങ്ങൾ മനഃപാഠമാകും. പിന്നെ ആ ആൾക്ക് വളരെയധികം പേരുണ്ടാകുന്നു. ഇപ്പോൾ നിങ്ങൾ പുതിയ ലോകത്തിൽ പോകുന്നതിനായി വന്നിരിക്കുകയാണ്. അവിടെ ജ്ഞാനത്തിൻ്റെ സംസ്കാരം കൊണ്ടുവരാൻ സാധിക്കില്ല. ഈ സംസ്കാരം മേർജായി പോകുന്നു. പിന്നെ ആത്മാവിന് തൻ്റെ സീറ്റ് നേടേണ്ടതുണ്ട്, നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ച്. പിന്നെ നിങ്ങളുടെ ശരീരങ്ങൾക്ക് പേര് നൽകപ്പെടുന്നു. ശിവബാബയാണെങ്കിൽ നിരാകാരൻ തന്നെയാണ്. പറയുന്നു, ഞാൻ ഈ ഓർഗൻസിൻ്റെ ലോൺ എടുക്കുന്നു. ആ ഒന്ന് കേവലം കേൾപ്പിക്കാൻ തന്നെയാണ് വരുന്നത്. ആ ഒന്ന് ആരുടെയും ജ്ഞാനം കേൾക്കില്ല. കാരണം സ്വയം ജ്ഞാനത്തിൻ്റെ സാഗരമാണല്ലോ. കേവലം വായിലൂടെ ആ ഒന്ന് മുഖ്യ കാര്യം ചെയ്യുന്നു. വരുന്നത് തന്നെ എല്ലാവർക്കും വഴി പറഞ്ഞു കൊടുക്കാനാണ്. ബാക്കി കേട്ടിട്ട് എന്ത് ചെയ്യുവാനാണ്? ആ ഒന്ന് ഇങ്ങനെയെല്ലാം ചെയ്യൂ എന്ന് സദാ കേൾപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. മുഴുവൻ വൃക്ഷത്തിൻ്റെയും രഹസ്യം കേൾപ്പിക്കുന്നു. കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, പുതിയ ലോകം വളരെ ചെറുതായിരിക്കും. ഈ പഴയ ലോകമാണെങ്കിൽ എത്ര വലുതാണ്! മുഴുവൻ ലോകത്തിലും എത്ര ലൈറ്റ് കത്തുന്നു! ലൈറ്റിലൂടെ എന്തെല്ലാം നടക്കുന്നു! അവിടെയാണെങ്കിൽ ലോകവും ചെറുതാണ്, ലൈറ്റും അല്പമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഒരു ചെറിയ ഗ്രാമം പോലെയായിരിക്കും. ഇപ്പോഴാണെങ്കിൽ എത്ര വലിയ വലിയ ഗ്രാമങ്ങളുണ്ട്. അവിടെ ഇത്രയും ഉണ്ടായിരിക്കുകയില്ല. കുറച്ച് മുഖ്യമായ നല്ല വഴികൾ ഉണ്ടായിരിക്കും. 5 തത്വങ്ങളും അവിടെ സദോ പ്രധാനമാകുന്നു. ഒരിക്കലും ചഞ്ചലത കാണിക്കുന്നില്ല. സുഖധാമം എന്നാണ് പറയുന്നത്. അതിൻ്റെ നാമം തന്നെ ഹെവൻ എന്നാണ്. മുന്നോട്ട് പോകവേ നിങ്ങൾ എത്രത്തോളം സമീപം വന്നുകൊണ്ടിരിക്കുമോ അത്രയും അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കും. ബാബയും സാക്ഷാത്കാരം നൽകിക്കൊണ്ടിരിക്കും. പിന്നെ ആ സമയത്ത് യുദ്ധത്തിലും സൈന്യത്തിൻ്റെയോ അഥവാ എയ്റോപ്ലെയിനിൻ്റെയോ മറ്റോ ആവശ്യമേ ഉണ്ടായിരിക്കില്ല. നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ എല്ലാം ഇല്ലാതാക്കാൻ സാധിക്കും എന്ന് അവർ പറയുന്നു. പിന്നെ ഈ എയ്റോപ്ലെയിനും മറ്റും ഉപയോഗത്തിൽ വരികയില്ല. പിന്നെ ഈ ചന്ദ്രൻ തുടങ്ങിയവയിൽ പ്ലോട്ടും മറ്റും നോക്കാനും പോവുകയില്ല. ഇതെല്ലാം സയൻസിൻ്റെ വ്യർത്ഥമായ ഗർവാണ്. എത്ര ഷോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ജ്ഞാനത്തിൽ എത്ര സൈലൻസാണ്. ഇതിനെ ഈശ്വരീയ ദാനം എന്ന് പറയുന്നു. സയൻസിലാണെങ്കിൽ കോലാഹലം തന്നെ കോലാഹലമാണ്. അവർ ശാന്തിയെക്കുറിച്ച് അറിയുന്നതേയില്ല. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, വിശ്വത്തിൽ ശാന്തിയാണെങ്കിൽ പുതിയ ലോകത്തിൽ ഉണ്ടായിരുന്നു. അത് സുഖധാമമാണ്. ഇപ്പോഴാണെങ്കിൽ ദുഃഖവും അശാന്തിയുമാണ്. ഇതും മനസ്സിലാക്കിച്ചു കൊടുക്കണം. നിങ്ങൾ ശാന്തി ആഗ്രഹിക്കുന്നു. ഒരിക്കലും അശാന്തിയെ ഉണ്ടായിരിക്കാത്ത വിധം അതുള്ളത് ശാന്തിധാമത്തിലും സുഖധാമത്തിലുമാണ്. സ്വർഗം എല്ലാവരും ആഗ്രഹിക്കുന്നു. ഭാരതവാസികൾ തന്നെയാണ് വൈകുണ്ഠം അഥവാ സ്വർഗത്തെ ഓർമ്മിക്കുന്നത്. മറ്റ് ധർമ്മത്തിലുള്ളവർ വൈകുണ്ഠത്തെ ഓർമ്മിക്കുന്നില്ല. അവർ കേവലം ശാന്തിയാണ് ഓർമ്മിക്കുന്നത്. സുഖത്തെ ഓർമ്മിക്കാൻ സാധിക്കുന്നില്ല. ലോ അനുവദിക്കുന്നില്ല. സുഖത്തെ നിങ്ങൾ തന്നെയാണ് ഓർമ്മിക്കുന്നത്. അതിനാൽ നമ്മളെ ദുഃഖത്തിൽ നിന്നും ലിബറേറ്റ് ചെയ്യൂ എന്ന് വിളിക്കുന്നു. ആത്മാക്കൾ യഥാർത്ഥത്തിൽ ശാന്തിധാമത്തിൽ വസിക്കുന്നവരാണ്. ഇതും ആരും അറിയുന്നില്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ അവിവേകികളായിരുന്നു. എപ്പോൾ മുതൽ അവിവേകിയായി? 16 കലയിൽ നിന്നും 12 14 കലയായി മാറുന്നു. എന്നാൽ അവിവേകിയായി മാറുന്നു. ഇപ്പോൾ കലയൊന്നും അവശേഷിക്കുന്നില്ല. കോൺഫറൻസ് നടത്തിക്കൊണ്ടേയിരിക്കുന്നു. സ്ത്രീകൾക്ക് ദുഃഖമുള്ളത് എന്തുകൊണ്ടാണ്? ദുഃഖമാണെങ്കിൽ മുഴുവൻ ലോകത്തിലുമുണ്ട്. അളവറ്റ ദുഃഖമാണ്.
ഇപ്പോൾ വിശ്വത്തിൽ ശാന്തി എങ്ങനെ ഉണ്ടാകും? ഇപ്പോഴാണെങ്കിൽ അനേകം ധർമ്മങ്ങളുണ്ട്. മുഴുവൻ വിശ്വത്തിലും ശാന്തി ഇപ്പോൾ ഉണ്ടാവുക സാധ്യമല്ല. സുഖത്തെക്കുറിച്ച് അറിയുന്നതേയില്ല. പുത്രിമാരായ നിങ്ങൾ ഇരുന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കും. ഈ ലോകത്തിൽ അനേകം പ്രകാരത്തിലുള്ള ദുഃഖമുണ്ട്, അശാന്തിയുണ്ട്. എവിടെ നിന്നും നമ്മൾ ആത്മാക്കൾ വന്നുവോ അതാണ് ശാന്തിധാമം. എവിടെയാണോ ഈ ആദി സനാതന ദേവീദേവതാ ധർമ്മമുണ്ടായിരുന്നത് അതായിരുന്നു സുഖധാമം. ആദി സനാതനം എന്ന് ഹിന്ദു ധർമ്മത്തെ പറയുകയില്ല. ആദി എന്നാൽ പ്രാചീനം. അത് സത്യയുഗത്തിലായിരുന്നു. ആ സമയത്ത് എല്ലാവരും പവിത്രമായിരുന്നു. അത് നിർവികാരി ലോകം തന്നെയാണ്. വികാരത്തിൻ്റെ പേരേയില്ല. വ്യത്യാസമുണ്ടല്ലോ. ആദ്യം നിർവികാര അവസ്ഥ വേണമല്ലോ. അതിനാൽ ബാബു പറയുന്നു, മധുരമധുരമായ കുട്ടികളെ, കാമത്തിൻ്റെ മേൽ ജയം നേടൂ. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ഇപ്പോൾ ആത്മാവ് അപവിത്രമാണ്. ആത്മാവിൽ കലർപ്പ് ചേർന്നിരിക്കുന്നു. അതിനാൽ ആഭരണവും ഇപ്രകാരമായിരിക്കുകയാണ്. ആത്മാവ് പവിത്രമാണെങ്കിൽ ആഭരണവും പവിത്രമായിരിക്കും. അതിനെ തന്നെയാണ് വൈസ്ലെസ് വേൾഡ് എന്ന് പറയുന്നത്. വടവൃക്ഷത്തിൻ്റെ ഉദാഹരണവും നിങ്ങൾക്ക് നൽകാൻ സാധിക്കും. മുഴുവൻ വൃക്ഷവും നിൽക്കുകയാണ്, ഫൗണ്ടേഷൻ ഇല്ല. ഈ ആദി സനാതന ദേവീ ദേവതാ ധർമ്മമേ ഇല്ല. മറ്റെല്ലാം നിൽക്കുകയാണ്. എല്ലാവരും അപവിത്രമാണ്. ഇവരെ പറയുന്നത് മനുഷ്യർ എന്നാണ്. അവർ ദേവതമാരാണ്. ഞാൻ മനുഷ്യനെ ദേവതയാക്കുവാൻ വന്നിരിക്കുന്നു. 84 ജന്മങ്ങളും മനുഷ്യർ എടുക്കുന്നു. ഏണിപ്പടി കാണിച്ചു കൊടുക്കണം. തമോ പ്രധാനമാകുന്നു. അപ്പോൾ ഹിന്ദു എന്ന് പറയുന്നു. ദേവത എന്ന് പറയാൻ സാധിക്കില്ല. കാരണം പതീതമാണ്. ഡ്രാമയിൽ ഈ രഹസ്യമുണ്ടല്ലോ. അല്ലാത്ത പക്ഷം ഹിന്ദു ധർമ്മമേ ഇല്ല. ആദി സനാതനമായ നമ്മൾ തന്നെയാണ് ദേവീ ദേവതയായിരുന്നത്. ഭാരതം തന്നെയാണ് പവിത്രമായിരുന്നത്. ഇപ്പോൾ അപവിത്രമാണ്. അപ്പോൾ സ്വയം ഹിന്ദു എന്ന് വിളിക്കപ്പെടുന്നു. ഹിന്ദു ധർമ്മം ആരെങ്കിലും സ്ഥാപിച്ചിട്ടില്ല. ഇത് കുട്ടികൾ നല്ല രീതിയിൽ ധാരണ ചെയ്ത് മനസ്സിലാക്കിച്ചു കൊടുക്കണം. ഇക്കാലത്താണെങ്കിൽ ഇത്രയും സമയവും നൽകുന്നില്ല. ഏറ്റവും കുറഞ്ഞത് അരമണിക്കൂർ നൽകണം. അപ്പോഴേ പോയിന്റ്സ് കേൾപ്പിക്കാനാകൂ. പോയിന്റ്സ് അനേകമുണ്ട്. പിന്നെ അതിൽ നിന്നും മുഖ്യമായവ കേൾപ്പിക്കുന്നു. പഠനത്തിലായാലും പഠിച്ചുകൊണ്ടിരിക്കുന്നതനുസരിച്ച് പിന്നെ ലഘുവായ കാര്യങ്ങൾ, അൽഫ്, ബേ, അതായത് ആദ്യ അക്ഷരങ്ങൾ തുടങ്ങിയവയൊന്നും ഓർമ്മയുണ്ടായിരിക്കില്ല. അവ മറന്നുപോകുന്നു. നിങ്ങളോടും പറയും, ഇപ്പോൾ നിങ്ങളുടെ ജ്ഞാനം മാറി പഠനത്തിൽ മുകളിലേക്ക് കയറുമ്പോൾ മുൻപത്തെ പഠനം മറക്കാറുണ്ടല്ലോ. ബാബയും നമ്മളെ നിത്യവും പുതിയ പുതിയ കാര്യങ്ങൾ കേൾപ്പിക്കുന്നു. മുൻപ് ലഘുവായ പഠനമായിരുന്നു. ഇപ്പോൾ ബാബ ഗുഹ്യമായ കാര്യങ്ങൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ജ്ഞാനത്തിൻ്റെ സാഗരമാണല്ലോ. കേൾപ്പിച്ച് പിന്നെ അവസാനം 2 വാക്കുകൾ പറയുന്നു. അൽഫിനെ മനസ്സിലാക്കിയാൽ തന്നെ ധാരാളം. അൽഫിനെ, അതായത് ബാബയെ അറിയുന്നതിലൂടെ ബേ അഥവാ പ്രാപ്തിയെ അറിയുക തന്നെ ചെയ്യും. ഇത്രമാത്രം മനസ്സിലാക്കിച്ചാലും നല്ലതാണ്. ആർക്കാണോ കൂടുതൽ ജ്ഞാനം ധാരണ ചെയ്യാൻ സാധിക്കാത്തത് അവർക്ക് ഉയർന്ന പദവിയും നേടാൻ സാധിക്കില്ല. പാസ് വിത്ത് ഓണർ ആകാൻ സാധിക്കില്ല. കർമാതീത അവസ്ഥ നേടാൻ സാധിക്കില്ല. ഇതിൽ വലിയ പ്രയത്നം ആവശ്യമാണ്. ഓർമ്മയുടെയും പ്രയത്നമുണ്ട്. ജ്ഞാനം ധാരണ ചെയ്യുന്നതിൻ്റെയും പ്രയത്നമുണ്ട്. രണ്ടിലും എല്ലാവരും സമർത്ഥരാവുക എന്നത് സംഭവ്യമല്ല. രാജധാനി സ്ഥാപിതമായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നരനിൽ നിന്നും നാരായണൻ എങ്ങനെയാകും? ഈ ഗീതാ പാഠശാലയുടെ എയിം ഓബ്ജക്റ്റ് ഇതാണ്. അതേ ഗീതാജ്ഞാനമാണ്. അതും ആരാണ് നൽകുന്നത്? ഇത് നിങ്ങളല്ലാതെ മറ്റാരും അറിയുന്നതേയില്ല. ഇപ്പോൾ ശ്മശാനമാണ്. പിന്നെ ദേവസ്ഥാനം ആകേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനചിതയിലിരുന്ന് പൂജാരിയിൽ നിന്നും പൂജ്യർ തീർച്ചയായും ആകേണ്ടതുണ്ട്. സയൻസിൻ്റെ മേഖലയിലുള്ളവരും എത്ര സമർത്ഥരായിക്കൊണ്ടിരിക്കുന്നു.
ഇൻവെൻഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഭാരതവാസികൾ ഓരോ കാര്യത്തിൻ്റെയും അറിവ് അവിടെ നിന്നും പഠിച്ചു വരുന്നു. അവരും അവസാനം വരും. അപ്പോൾ ഇത്രയും ജ്ഞാനം എടുക്കുകയില്ല. പിന്നെ അവിടെയും വന്ന് ഇതേ എൻജിനീയറിങ്ങിൻ്റെയും മറ്റും കാര്യം ചെയ്യും. രാജാവും റാണിയും ആവുക സാധ്യമല്ല. രാജാവിൻ്റെയും റാണിയുടെയും മുന്നിൽ സർവീസിലിരിക്കും. ഇങ്ങനെയുള്ള ഇൻവെൻഷൻ അഥവാ കണ്ടുപിടുത്തം നടത്തിക്കൊണ്ടിരിക്കും. രാജാവും റാണിയും ആകുന്നത് തന്നെ സുഖത്തിന് വേണ്ടിയാണ്. അവിടെ എല്ലാ സുഖവും ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ കുട്ടികൾ പുരുഷാർത്ഥം പൂർണ്ണമായും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഫുൾ പാസ്സായി കർമാതീത അവസ്ഥ നേടണം. വേഗം പോകുന്നതിൻ്റെ ചിന്ത വരാൻ പാടില്ല. ഇപ്പോൾ നിങ്ങൾ ഈശ്വരീയ സന്താനമാണ്. ബാബ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മനുഷ്യരെ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ മിഷനാണ്. ബൗദ്ധരുടെയും ക്രിസ്ത്യൻസിൻ്റെയും മിഷൻ ഉള്ളതുപോലെ കൃഷ്ണൻ്റെയും ക്രിസ്ത്യൻസിൻ്റെയും തമ്മിൽ ഇണങ്ങിച്ചേരുന്നു, യോജിപ്പുണ്ടാക്കുന്നു. അവരുടെ കൊടുക്കൽ വാങ്ങലിനും വളരെയധികം കണക്ഷൻ ഉണ്ട്. ആര് ഇത്രയും സഹായിക്കുന്നോ അവരുടെ ഭാഷയും മറ്റും ഉപേക്ഷിക്കുന്നതും ഒരു ഇൻസൾട്ടാണ്. അവർ വരുന്നതേ പിന്നീടാണ്. വളരെയധികം സുഖമോ വളരെയധികം ദുഃഖമോ അനുഭവിക്കുന്നില്ല. മുഴുവൻ ഇൻവെൻഷനും അവരാണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ പരിശ്രമിക്കുന്നുണ്ടെങ്കിലും ആക്യുറേറ്റായി ഒരിക്കലും ഉണ്ടാക്കാൻ സാധിക്കില്ല. വിദേശത്തുള്ള വസ്തുക്കൾ നല്ലതാണ്, ഓണസ്റ്റിയോടെ ഉണ്ടാക്കുന്നു. ഇവിടെയാണെങ്കിൽ ഡിസോണസ്റ്റിയോടെ ഉണ്ടാക്കുന്നു. അളവറ്റ ദുഃഖമാണ്. എല്ലാവരുടെയും ദുഃഖം അകറ്റുന്നവൻ ഒരു ബാബയല്ലാതെ ഏതെങ്കിലും മനുഷ്യൻ ആവുക സാധ്യമല്ല. വിശ്വത്തിൽ ശാന്തി ഉണ്ടാകുന്നതിന് എത്ര തന്നെ കോൺഫറൻസ് നടത്തിയാലും തിക്കും തിരക്കും കൊണ്ടുകൊണ്ടിരിക്കുന്നു. കേവലം മാതാക്കളുടെ ദുഃഖത്തിൻ്റെ കാര്യമല്ല. ഇവിടെയാണെങ്കിൽ അനേകം പ്രകാരത്തിലെ ദുഃഖമുണ്ട്. മുഴുവൻ ലോകത്തിലും വഴക്കിൻ്റെയും ലഹളയുടെയും തന്നെ കാര്യങ്ങളാണ്. ചില്ലി കാശിൻ്റെ കാര്യത്തിൽ ലഹളയുണ്ടാക്കുന്നു. അവിടെയാണെങ്കിൽ ദുഃഖത്തിൻ്റെ കാര്യമേയില്ല. ഈ കണക്കും എടുക്കേണ്ടത് ആവശ്യമാണ്. യുദ്ധം എപ്പോൾ വേണമോ ആരംഭിക്കാം. ഭാരതത്തിൽ രാവണൻ എപ്പോൾ മുതൽ വരുന്നോ അപ്പോൾ ആദ്യം വീട്ടിൽ യുദ്ധം ആരംഭിക്കുന്നു. വേർപിരിഞ്ഞവരാകുന്നു. പരസ്പരം അടികൂടി മരിക്കുന്നു. പിന്നെ വിദേശത്തുള്ളവർ വരുന്നു. മുൻപ് ബ്രിട്ടീഷ് ഉണ്ടായിരുന്നില്ല. അവർ ഇടയിൽ വന്ന് കൈക്കൂലിയും മറ്റും നൽകി തൻ്റെ രാജ്യമാക്കി മാറ്റുന്നു. എത്ര രാപ്പകലിൻ്റെ വ്യത്യാസമുണ്ട്! പുതിയവരായ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. പുതിയ നോളജാണല്ലോ. അത് പിന്നെ പ്രായേണ ലോപിച്ചു പോകുന്നു. ബാബ നോളജ് നൽകുന്നു, പിന്നെ അത് അപ്രത്യക്ഷമാകുന്നു. ഇത് ഒരേ ഒരു പഠനമാണ്. ഒരേ ഒരു തവണ ഒരേ ഒരു ബാബയിൽ നിന്നും ലഭിക്കുന്നു. മുന്നോട്ട് പോകവേ നിങ്ങൾ ഇതാകും എന്ന സാക്ഷാത്കാരം നിങ്ങൾക്കേവർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ ആ സമയത്ത് എന്തു ചെയ്യാൻ സാധിക്കും? ഉന്നതി നേടാൻ സാധിക്കില്ല. റിസൾട്ട് പുറത്തു വന്നു. പിന്നെ ട്രാൻസ്ഫർ ആകുന്നതിൻ്റെ കാര്യം നടക്കും. പിന്നെ കരയും, നിലവിളിക്കും. നമ്മൾ പരിവർത്തനപ്പെടും പുതിയ ലോകത്തിലേക്ക് വേണ്ടി. നിങ്ങൾ പ്രയത്നിക്കുന്നു 4 ഭാഗത്തും ശബ്ദം പുറപ്പെടുന്നതിന് വേണ്ടി. പിന്നെ സ്വയമേ തന്നെ സെൻറ്റേഴ്സിലേക്ക് ഓടി വന്നുകൊണ്ടിരിക്കും. എന്നാൽ എത്ര വൈകിക്കൊണ്ടിരിക്കുമോ അപ്പോൾ ടു ലേറ്റ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ ശേഖരണം ഒന്നും ഉണ്ടാകില്ല. പൈസയുടെ ആവശ്യമുണ്ടായിരിക്കില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിനായി ഈ ബാഡ്ജ് തന്നെ ധാരാളമാണ്. ഈ ബ്രഹ്മാവ് തന്നെ വിഷ്ണു, വിഷ്ണു തന്നെ ബ്രഹ്മാവ്. ഈ ബാഡ്ജ് ഇങ്ങനെയാണ്. ഇതിൽ എല്ലാ ശാസ്ത്രങ്ങളുടെയും സാരമുണ്ട്. ബാബ ബാഡ്ജിൻ്റെ വളരെയധികം മഹിമ വർണ്ണിക്കുന്നു. നിങ്ങളുടെ ഈ ബാഡ്ജ് എല്ലാവരും നയനങ്ങളിൽ വയ്ക്കുന്ന ഒരു സമയം വരും. മന്മനാഭവ ഇതിലുണ്ട്. എന്നെ ഓർമ്മിക്കൂ എങ്കിൽ ഇതാകും. പിന്നെ ഇവർ തന്നെ 84 ജന്മം എടുക്കുന്നു. പുനർജന്മം എടുക്കാത്തവൻ ഒരേ ഒരു ബാബയാണ്. ശരി, മധുരമധുരമായ സിഖിലതരെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ.
ധാരണയ്ക്കുള്ള മുഖ്യ സാരം. ഓർമ്മയുടെ പ്രയത്നത്തിലൂടെയും ജ്ഞാനത്തിൻ്റെ ധാരണയിലൂടെയും കർമാതീത അവസ്ഥ നേടുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യണം. ജ്ഞാനസാഗരത്തിൻ്റെ സമ്പൂർണ്ണ നോളജ് സ്വയം തന്നിൽ ധാരണ ചെയ്യണം. ആത്മാവിൽ ഏതൊരു മാലിന്യം ചേർന്നിരിക്കുന്നോ അതിനെ നീക്കം ചെയ്ത് സമ്പൂർണ്ണ വൈസ്ലെസ് ആകണം. അല്പം പോലും അപവിത്രതയുടെ അംശം ഉണ്ടാകരുത്. നമ്മൾ ആത്മാക്കൾ സഹോദരന്മാരാണ്. ഇത് അഭ്യസിക്കണം. വരദാനം. സമയത്തിൻ്റെയും സങ്കല്പത്തിൻ്റെയും ഖജനാവിന്മേൽ അറ്റൻഷൻ നൽകി ശേഖരണത്തിൻ്റെ കണക്ക് വർദ്ധിപ്പിക്കുന്ന പദമാപദം പതിയായി ഭവിക്കട്ടെ. പൊതുവെ ഖജനാവുകൾ ധാരാളമുണ്ട്. എന്നാൽ സമയവും സങ്കല്പവും, വിശേഷിച്ച് ഈ രണ്ട് ഖജനാവുകളുടെ മേൽ അറ്റൻഷൻ നൽകൂ. ഓരോ സമയവും സങ്കല്പവും ശ്രേഷ്ഠവും ശുഭവും ആയിരിക്കട്ടെ. അപ്പോൾ ശേഖരണത്തിൻ്റെ കണക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഈ സമയത്ത് ഒന്ന് ശേഖരിക്കുമെങ്കിൽ പദമം, അതായത് കോടി ലഭിക്കും. കണക്കുണ്ട്. ഒന്നിന് പദമം ഇരട്ടി നൽകുന്ന ബാങ്കാണിത്. അതിനാൽ എന്തു തന്നെ ഉണ്ടായാലും, ത്യാഗം ചെയ്യേണ്ടി വന്നാലും, തപസ്യ ചെയ്യേണ്ടി വന്നാലും, വിനയമുള്ളവർ ആകേണ്ടി വന്നാലും, എന്തു തന്നെ സംഭവിച്ചാലും ഈ രണ്ട് കാര്യങ്ങളുടെ മേൽ അറ്റൻഷൻ ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ പദമാപദം പതിയായി മാറും. സ്ലോഗൻ: മനോബലത്തിലൂടെ സേവനം ചെയ്യൂ. അപ്പോൾ അതിൻ്റെ പ്രാപ്തി പല മടങ്ങ് കൂടുതൽ ലഭിക്കും. ഓം ശാന്തി. എൻ്റെ ഡബിൾ ലൈറ്റ് സ്വരൂപത്തിൽ ഞാൻ അവ്യക്ത ലോകത്തിൽ എത്തിച്ചേരുന്നു. പ്രകാശമയമായ അവ്യക്ത ലോകത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ അവ്യക്ത ബാപ് ദാദയുടെ വരദാനി ദൃഷ്ടി ആത്മാവിൽ അലൗകിക അനുഭവങ്ങൾ നിറയ്ക്കുന്നു. ഈ അവ്യക്ത കൂടിക്കാഴ്ച എന്നെ സന്തുഷ്ടമണി ആക്കുകയാണ്. എൻ്റെ നിരാകാരി സ്വരൂപം ധാരണ ചെയ്ത് ഞാൻ നിരാകാരി ദേശത്തിൽ എത്തിച്ചേരുന്നു. സർവത്ര സ്വർണ്ണ ചുവന്ന ദിവ്യപ്രകാശം നിറഞ്ഞ ഈ ബ്രഹ്മലോകത്തിൽ ശിവബാബയുടെ സമീപം ഞാൻ സ്ഥിതി ചെയ്യുന്നു. ശിവബാബയുടെ സ്നേഹസമ്പന്ന ഓർമ്മയിൽ ഞാൻ മഗ്നമാകുന്നു. ആത്മാവിൽ
പവിത്രതയുടെ, ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും പ്രകാശം നിറയുന്ന അനുഭവം എനിക്കുണ്ടാകുന്നു. ആത്മീയ സമ്പന്ന സ്ഥിതിയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ സമ്പന്ന അവസ്ഥയിൽ സർവ മംഗളകാരിയായ ശിവപിതാവുമായി സംയുക്തമായി പ്രഭു സ്നേഹത്തിൻ്റെയും പവിത്രതയുടെയും ദിവ്യ പ്രകാശ കിരണങ്ങൾ മുഴുവൻ വിശ്വത്തിലേക്കും ഞാൻ വ്യാപിപ്പിക്കുന്നു.